കോഴിക്കോട് ചത്ത കോഴികളെ വിൽക്കാൻ ശ്രമം 33 കിലോയോളം ചത്ത കോഴികളെയാണ് പിടിച്ചെടുത്തത്. തലക്കുളത്തൂർ CPR ചിക്കൻ സെന്ററിൽ നിന്നാണ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കോഴി പിടിച്ചെടുത്തത്. ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വകുപ്പും നടത്തിയ പരിശോധനയിലാണ് ചത്ത കോഴികളെ കണ്ടെത്തിയത്. വിവരങ്ങളുമായി ഗൂഗിൾ കെ വേണുഗോപാൽ ചേരുകയാണ്. ഗൂഗിൾ, സംയുക്ത പരിശോധനയിലാണ് ആരോഗ്യവകുപ്പിൻ്റെയും ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെയും പരിശോധനയിലാണ് ഇത്തരത്തിലുള്ള കോഴികളെ കണ്ടെത്തിയിരിക്കുന്നത്. തുടർ നടപടികളും ഇത്തരത്തിലാണ്. ഈ തലക്കുളത്തൂരുള്ള CPR ചിക്കൻ സെന്ററിലാണ് ഇത്തരത്തിൽ ചത്ത കോഴികളെ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതി ലഭിക്കുകയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നടപടിയെടുക്കുകയും സ്വീകരിച്ചത്. ഈ സ്ഥാപനത്തിന്റെ ലൈസൻസ് ഇപ്പോൾ റദ്ദാക്കിയിട്ടുണ്ട്. ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപ് നിരവധി പരാതികൾ ഉയർന്നു വന്നിരുന്നു. കോഴി ഇറച്ചിക്ക് വില കുറച്ച് ലഭ്യമാക്കുന്ന രീതിയിലായിരുന്നു അവിടെ വിൽപ്പന നടത്തിയിരുന്നത്. കഴിഞ്ഞ ദിവസവും ഇതേ രീതിയിൽ സമാനമായ രീതിയിൽ കോഴി ഇറച്ചി വില കുറച്ച് വിൽപ്പന നടത്തുകയും തുടർന്ന് ഈ ഇറച്ചി വാങ്ങിക്കൊണ്ടുപോയ ആളുകൾക്ക് ഈ ഇറച്ചി അസ്വാഭാവികത അനുഭവപ്പെടുകയും പഴകിയതാണ് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഈ CPR ചിക്കൻ സെന്ററിൽ എത്തിയതിനു ശേഷം അവിടെ ബഹളം വയ്ക്കുകയായിരുന്നു. തുടർന്നാണ് ആരോഗ്യവകുപ്പിന്റെയും പോലീസിന്റെയും ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ നടപടി ഉണ്ടായിരുന്നത്. ഇവരുടെ തന്നെ പ്രദേശത്തുള്ള മറ്റ് സ്ഥാപനങ്ങളിലും 2-3 ആഴ്ചകൾക്ക് മുമ്പ് സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. 33 കിലോയോളം വരുന്ന പഴകിയ ഇറച്ചിയാണ് ഇന്നലെ സ്ഥാപനത്തിൽ നിന്ന് പിടിച്ചെടുത്തത്. ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വകുപ്പും സംയുക്തമായിട്ടായിരുന്നു പരിശോധന നടത്തിയത്. ലൈസൻസ് റദ്ദാക്കിയിട്ടുണ്ട്. ഇനി ഈ സ്ഥാപനത്തിന് ലൈസൻസ് നൽകില്ല എന്നൊരു മറുപടിയാണ് വിവിധ വകുപ്പുകളുടെ ഭാഗത്തു നിന്ന് ലഭ്യമായിട്ടുള്ള നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കാരണം സമാനമായ രീതിയിലുള്ള പരാതികൾ ഈ സ്ഥാപനത്തിനെതിരെ നേരത്തെ ഉണ്ടായിരുന്നു. കാരണം ഇറച്ചികൾ വില കുറച്ച് വിൽക്കുന്ന സാഹചര്യത്തിൽ പല ആളുകൾ കൂട്ടമായി എത്തുകയും വാങ്ങുകയൊക്കെ ചെയ്തിരുന്നു. എന്നാൽ ഗുണമേന്മയുള്ള ഭക്ഷ്യവസ്തു കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നൊരു പരാതി മുമ്പ് ഉയർന്നു വന്നിരുന്നു. അതേ പരാതികൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഇവർക്ക് ലൈസൻസ് നൽകില്ല എന്ന നിലപാടിലേക്ക് അധികൃതർ എത്തിയിട്ടുള്ളത്. സുരേഷ്, കോഴിക്കോട് നിന്നും ഗൂഗിളാണ് വിശദാംശങ്ങൾ നൽകിയത്.